മിനറൽസ് ആണ് ഇന്നത്തെ നമ്മുടെ വിഷയം. മിനറൽസ് എന്തൊക്കെയാണ്, നമുക്ക് മിനറൽസിൻ്റെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് വരുന്നുണ്ടോ നമ്മുടെ ബോഡിയിൽ എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ തൃഷ്ണ, സമത്വം നാച്ചുറോപ്പതി മെഡിക്കൽ സെൻറ്റർ. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു അനീഷ, വെരി ഹാപ്പി ടു ബി ഹിയർ. തീർച്ചയായിട്ടും ഡോക്ടർ, ഇനി മറ്റ് മിനറൽസ് ഏതൊക്കെയാണ് നമുക്ക് വേണ്ടതായിട്ടുള്ളത്? ഇപ്പോൾ അയൺ പറഞ്ഞു, മഗ്നീഷ്യം പറഞ്ഞു, കാൽഷ്യം പറഞ്ഞു. അതെ, ഇനി സിങ്ക്. സിങ്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സിങ്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ഹെൽത്ത്, ഹെയറിനും വൂണ്ട് ഹീലിംഗ്, ഇങ്ങനത്തെ പല റോൾസും സിങ്കിന് പ്ലേ ചെയ്യാനുണ്ട്. സിങ്ക് ഡെഫിഷ്യൻസി ഇപ്പോൾ ഒത്തിരി ഭയങ്കര കോമൺ ആണ്. ഈ സിങ്ക് ഡെഫിഷ്യൻസി വരാനുള്ള കാരണം എന്താണ്? പലപ്പോഴും നമ്മുടെ ഡൈജഷന് പ്രോബ്ലം ഉണ്ടെങ്കിലും സിങ്ക് അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും. അത് മാത്രമല്ല, ഈ സിങ്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രീക്വന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സെൽസിനാണ് സിങ്ക് ഒരുപാട് യൂസ് ചെയ്യുന്നത്. അപ്പം മുടി, നഖം, സ്കിൻ സെൽസ്, ഇതൊക്കെ എപ്പോഴും റിപ്ലനിഷ് ചെയ്തുകൊണ്ടേയിരിക്കണം, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ സിങ്കിന്റെ യൂസേജ് കൂടുതലാണ്. മനസ്സിലായി? ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഗ്യാസ്ട്രിക് മ്യൂക്കോസ്, നമ്മുടെ ലൈനിങ് എന്ന് പറയത്തില്ല, നമ്മുടെ വായ മുതൽ മലദ്വാരം വരെയുള്ള ലൈനിങ്ങിലെ സെൽസും ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തുകൊണ്ട് പുതിയതുണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഫ്രഷ് ആയിട്ട്. അപ്പോൾ അവിടെയും സിങ്ക് ഒരുപാട് ഉപയോഗിക്കും. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ അധികം സിങ്ക് കിട്ടിയില്ലെങ്കിൽ ഈ റിപ്ലനിഷിങ് പ്രോസസ്സ് ശരിക്കും നടക്കത്തില്ല. അപ്പം കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട്. ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ്, പ്രത്യേകിച്ച് അബ്സോർപ്ഷൻ മോശമായിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ എന്താ ഗട്ട് ഇൻഫ്ലമേഷൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അവിടെ സിങ്കിന് ഭയങ്കര വലിയ റോൾ അപ്ലൈ ചെയ്യണം. ഞങ്ങൾ സിങ്ക് സപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പകുതി പ്രശ്നങ്ങൾ മാറാറുണ്ട്. ഈ ഗട്ടും ഇടയ്ക്ക് ഞാനൊരു വേറൊരു കോൺവെർസേഷൻ നടത്തിയ സമയത്ത് ഗട്ടും ബ്രെയിനും തമ്മിലുള്ള ഒരു കണക്ഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സ്ട്രെസ്സും ഇതെല്ലാം ഈ ഗഡുമായിട്ട് റിലേഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ ഈ ഒരു മിനറൽ, നമ്മുടെ ഈ സിങ്ക് എന്ന് പറയുന്ന ഒരു മിനറൽ കൊണ്ട് ഒരുവിധം തീർച്ചയായിട്ടും ഇപ്പൊ അനുഷ പറഞ്ഞത് വളരെ കറക്റ്റാ. കാരണം ഗട്ട് ബ്രെയിൻ ആക്സിസ് ഉണ്ട്, ഗട്ട് സ്കിൻ ആക്സിസ് ഉണ്ട്, ഗട്ട് സ്ട്രെസ് ആക്സിസ് ഉണ്ട്. അപ്പൊ ഇത് ഗട്ട് കറക്റ്റ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അബ്സോർപ്ഷൻ ശരിക്കും നടക്കില്ല, അല്ലേ? പിന്നെ മാത്രമല്ല, ഞാൻ ഈ പ്രോബയോട്ടിക്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഹെൽത്തി ബാക്ടീരിയ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിനെ ദഹിപ്പിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്കില്ലാത്ത പല കാര്യങ്ങളും പുള്ളിക്ക് നമുക്ക് ചെയ്തു തരാൻ പറ്റും. അപ്പൊ ആ സമയത്ത് ഈ സിങ്ക് ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ ഈ പ്രോബയോട്ടിക്കിന്റെ ബാലൻസ് തെറ്റും, ഈ ഹെൽത്തി ബാക്ടീരിയയുടെ. അപ്പൊ അതും നമ്മൾ നെഗറ്റീവായിട്ട് ബാധിക്കും നമ്മുടെ ഹെൽത്തിനെ. അപ്പം ഈ പറഞ്ഞ കണക്ക് സിങ്ക് അനിവാര്യമാണ്. നമുക്കിപ്പോൾ ഒത്തിരി പേർക്ക് ഡെഫിഷ്യൻസി ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഒരു ഫുഡ് പോയ്സണിങ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് റിക്കവർ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സിങ്ക് ഡെഫിഷ്യൻസി ആയിരിക്കും. നമ്മൾ അത് റിപ്ലനിഷ് ചെയ്തേ പറ്റൂ, നമുക്കൊരു ഓപ്ഷൻ ഇല്ല അതിന്. അതുപോലെ അടിക്കടി ഇഞ്ചറീസ് വരുന്ന ആൾക്കാർക്ക് അവർക്ക് വേണം. പിന്നെ ഒരുപാട് ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവർക്ക്, കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹെയറിന് അതും ഇതൊക്കെ ചെയ്യില്ല, അവർക്കും ഡെഫിനറ്റ്ലി. കാരണം അതിന്റെ ഞാൻ പറഞ്ഞില്ലേ, ടേൺ ഓവർ കൂടുതലാണ്, സെൽ ടേൺ ഓവർ എപ്പോഴും കൂടുതലാണ്. അപ്പൊ സിങ്ക് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ സിങ്ക് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. എന്റെ സിസ്റ്ററിന് തന്നെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ പുള്ളിക്കാരൻ നഖമൊക്കെ പൊട്ടിപ്പോന്നൊക്കെ പറഞ്ഞ് സിങ്ക് എടുക്കാൻ പറഞ്ഞു. ഇപ്പൊ എല്ലാം ക്ലിയർ ആയി. അത്രയും സിമ്പിൾ ആണ് കാര്യം. സപ്ലിമെന്റിൽ തന്നെ എടുക്കേണ്ടി വരും. അതായിരിക്കും കിട്ടാനുള്ള ചാൻസ്. ഫുഡിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഡൈജഷൻ കുറവായിട്ടുള്ളവർക്ക് ഫുഡിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇഫ് സ്റ്റമക് ആസിഡ് ആൻഡ് ഓൾ ഇസ് ഗുഡ്, നമുക്ക് കൂടുതലും നട്ട്സ്, സീഡ്സ്, അതിലൊക്കെ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാം. ഡോക്ടർ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചോദിക്കും, ഈ ഒരു ഡൈജഷൻ കുറവാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? അതെങ്ങനെയാണ്? തീർച്ചയായിട്ടും. കാരണം ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 2-3 കാര്യങ്ങൾ നടക്കും. ഒരു മെക്കാനിക്കൽ ഡൈജഷൻ ഉണ്ട്, ഒരു കെമിക്കൽ ഡൈജഷൻ ഉണ്ട്. മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് വായിലോട്ട് ഇടുമ്പോൾ നമ്മൾ ചവച്ചരയ്ക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പൊ ഈ ചവയ്ക്കാത്ത ആൾക്കാർക്ക് ആ ഫസ്റ്റ് സ്റ്റെപ്പ് സ്കിപ്പായി, അല്ലെ? ബൈപ്പാസ് ചെയ്ത് പോകുന്നൊക്കെ പറയുന്ന നടക്കാം. അപ്പം മെക്കാനിക്കൽ ഡൈജഷൻ ആദ്യം നടക്കണം. അതായത് നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസിനെ ചവച്ചരച്ച് നമ്മുടെ സലൈവയായിട്ട് മിക്സ് ചെയ്യണം. എന്തുകൊണ്ടാണ്? സലൈവറി അമൈലേസ് എന്ന് പറഞ്ഞിട്ടൊരു എൻസൈം ഉണ്ട്. അതാണ് നമ്മുടെ ഈ കാർബോഹൈഡ്രേറ്റിനെ ആദ്യം ബ്രേക്ക് ഡൗൺ ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് അവിടെ നടന്നില്ലെങ്കിൽ താഴത്തോട്ട് ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര ജോലിയാണ്. കാരണം ആദ്യത്തെ ആൾ ജോലി ചെയ്തിട്ടില്ല, മനസ്സിലായി? അപ്പം നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഡൈജഷൻ ശരിക്കും നടക്കാനായിട്ട്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽ ഡൈജഷനാണ്. കെമിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിലേക്ക് ഫുഡ് ചെല്ലുമ്പം പ്രോട്ടീൻ ഡൈജഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യും. കാർബോഹൈഡ്രേറ്റ് വായിൽ സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ വയറിലാണ് പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഈ പെപ്സിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. പെപ്സിൻ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, പെപ്സിനോജനെ പെപ്സിനാക്കുക. അതൊരു പ്രോസസ്സാണ് കൺവേർട്ട് ചെയ്ത്. അപ്പം ഈ പെപ്സിൻ ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രമേ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ വലിയ വലിയ ഇങ്ങനെ ചങ്ങലകൾ മതി. ചെങ്ങലേനെ പൊട്ടിക്കണം. ചെങ്ങലേനെ പൊട്ടിക്കുന്നതാണ് ഈ എൻസൈംസ് ചെയ്യുന്ന ജോലി. ഓക്കെ. അപ്പോൾ ഈ പെപ്സിൻ പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യത്തിന് സ്റ്റമക് ആസിഡ്
ആസിഡിക് മീഡിയത്തിൽ മാത്രമേ ഇത് ആക്ടിവേറ്റ് ആവുള്ളൂ. അപ്പോൾ ആസിഡ് ആവശ്യത്തിനില്ലെങ്കിൽ പെപ്സിൻ അവിടെ ഉറങ്ങിക്കിടക്കും, അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പ്രോട്ടീൻ അൺഡൈജസ്റ്റഡ് ആയിട്ട് അവിടെ തന്നെ നിൽക്കും. അപ്പം നമ്മൾ എത്ര ഹെവി പ്രോട്ടീൻ ഫുഡ് കഴിച്ചാലും നമുക്ക് സ്റ്റമക്ക് ആസിഡ് ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എന്ത് പറ്റും? ഗ്യാസ് കിട്ടും, ബ്ലോട്ടിങ്. അപ്പോഴാണ് നമുക്ക് പറയുന്നത് അയ്യോ വയറ് വീർത്ത് കിട്ടുന്ന വല്ലാത്ത അസ്വസ്ഥത എന്നൊക്കെ നമ്മൾ പറയില്ല. അത് ഈ പ്രോട്ടീൻ ഡൈജഷൻ ശരിക്കും നടക്കാത്തത് കൊണ്ടാണ്. അപ്പം സ്റ്റമക്ക് ആസിഡ് ആവശ്യത്തിന് വരണം എന്ന് നമ്മൾ ചെയ്യണം. അപ്പോൾ അതിന് പലപ്പോഴും നമ്മൾ ഒരു മിസ്റ്റേക്ക് പറ്റുന്ന വെച്ചാൽ ഈ ഗ്യാസ് വരുന്ന ആൾക്കാർ ആദ്യം എന്താ കഴിക്കുന്നത്? ജെലൂസിൽ കുടിക്കും അല്ലേ? ഇത് നേരെ വിപരീത ഫലമാണ്. കാരണം ഓൾറെഡി നിങ്ങൾക്ക് ആസിഡ് ഇല്ല, ഒരു ആന്റാസിഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉള്ള ആസിഡും കൂടി ഇല്ലാണ്ടാവും. ഡൈജഷൻ അതുപോലെ തന്നെ സോഡ കുടിക്കും അല്ലേ, പെട്ടെന്ന് ഡൈജഷൻ നടക്കാൻ വേണ്ടി. അപ്പൊ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഹൈപ്പർ അസിഡിറ്റി അല്ല. നമ്മൾ വിചാരിക്കുന്ന ഗ്യാസോ അല്ലെങ്കിൽ നമ്മുടെ വായിൽ പൊളിച്ചത് കിട്ടുന്നോ ആസിഡ് സെക്രീഷൻ കൂടുതലായതുകൊണ്ടല്ല, കുറവായതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ എല്ലാവരും തന്നെ ചെയ്യുന്ന വെച്ചാൽ ആസിഡ് വരുന്നു കൂടുതലാന്ന് വെച്ചാൽ ഓടിപ്പോയി ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ ഉള്ള കാര്യത്തിന് കുറച്ചുകൂടെ മോശമാക്കും. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഹൈപ്പർ അസിഡിറ്റി വരുന്നത്? വളരെ റെയർ കേസസിൽ മാത്രമേ നമുക്ക് ഹൈപ്പർ അസിഡിറ്റി വരുള്ളൂ. ഒരു ഇൻഫെക്ഷൻ വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കെമിക്കൽസ് ഇൻജസ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ. അല്ലാണ്ട് കോമൺ ആയിട്ട് ആൾക്കാർ പറയുന്ന മിക്ക ഗ്യാസിന്റെ പ്രശ്നം ഹൈപ്പോ അസിഡിറ്റിയാണ്. അപ്പം നമ്മൾ സ്റ്റമക്കിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഇൻറ്റസ്റ്റൈനിൽ വീണ്ടും എൻസൈംസ് ആക്ട് ചെയ്താണ് ഇതിനെ വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇതെല്ലാം ഒരു കെമിക്കലി ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടിരിക്കും. അപ്പോൾ അതിനൊക്കെ പൊട്ടിച്ചിട്ട് ഓരോന്നോരോന്നായിട്ടേ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം കുടലിനകത്തെ പ്രവർത്തനവും ശരിക്കും നടക്കണമെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഒന്ന് അതിൻ്റെ റോ മെറ്റീരിയൽസ് നമ്മുടെ ഫുഡിൽ നിന്ന് കിട്ടണം. രണ്ടാമത് സ്ട്രെസ് ഉണ്ടെങ്കിലും അത് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യും. കാരണം സ്ട്രെസ് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഗട്ട് ഇൻഫ്ലമേഷൻ പറ്റത്തില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം ഈ പറഞ്ഞ കണക്ക് പ്രോസസ്ഡ് ഫുഡ് ഒട്ടും നല്ലതല്ല. കാരണം അത് കെമിക്കൽ ലേഡൻ ഫുഡാണ്. അപ്പോൾ അതിനെ ബോഡി അറ്റാക്ക് ചെയ്യും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പം നേരത്തെ ഇപ്പം നമ്മൾ മിനറൽസിനെ കുറിച്ചാണല്ലോ പറയുന്നത്. മിനറൽസ് നമുക്ക് അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇതെല്ലാം എല്ലാ മിനറൽസും നമ്മുടെ ബോഡിയിൽ കിട്ടുള്ളൂ, എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതേപോലെ അങ്ങ് പോകും. അപ്പം നമ്മൾ ഫുഡിൽ ആവശ്യത്തിനുണ്ടോ എന്ന് മേക്ക് ഷുവർ ചെയ്യുക. സപ്ലിമെന്റ്സ് എടുക്കണമെങ്കിൽ എടുക്കുക, പക്ഷെ ദഹന പ്രക്രിയ കറക്റ്റ് ചെയ്യണം അതിനോടൊപ്പം, എന്നാലേ ബോഡിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഡോക്ടർ, അപ്പം നമ്മൾ മിനറൽസിന്റെ കാര്യമായിരുന്നു പറഞ്ഞത്. അയൺ ഡെഫിഷ്യൻസി, അതുപോലെ തന്നെ കാൽഷ്യം ഡെഫിഷ്യൻസി, മാഗ്നീഷ്യം, സിങ്ക്, ഒരുപാട് മിനറൽസ് വേണം നമുക്ക് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഡെഫിഷ്യൻസീസിന്റെ കാര്യമായിരുന്നു, കോമൺ ആയിട്ട് വരുന്ന ഡെഫിഷ്യൻസീസിന്റെ കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞത്. മറ്റൊരു എപ്പിസോഡിൽ അടുത്ത കുറച്ച് കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്.